ഈ ആണുങ്ങൾക്ക് അല്ലെങ്കിൽ മെൻ അല്ലെങ്കിൽ ഗൈസിന് സ്പെസിഫിക്കലി പർപ്പസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മിഷൻ അല്ലെങ്കിൽ നമ്മൾ യൂസ്ഫുൾ ആണ്, ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത്, നമ്മളെ കൊണ്ട് ഉപകാരമുണ്ട് തോന്നുന്നത്, ആ ഒരു ഫീലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാന്നുണ്ടെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഇഷ്ടംപോലെ ഉണ്ടാവും. ക്രൈംസുകൾ ചെയ്യാം, അല്ലെങ്കിൽ പല സൂയിസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ലീഡിങ് റോൾ എടുക്കുമ്പോൾ അവർക്കിപ്പോൾ എന്തുണ്ട്, ചോയ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ആണിൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല, അവർക്ക് തീരുമാനിക്കുന്നത് മാരേജ് വേണോ വേണ്ടേ, ഒറ്റയ്ക്ക് ജീവിക്കണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ആണുങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഡിസയറാണ് എന്ത്, ബാക്കിയുള്ളവരെ കെയർ ചെയ്യുക, നോക്കുക, അതുപോലെ പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരാവശ്യമില്ലാത്ത പോലെ തോന്നുകയാണ്, ഓലെ പർപ്പസിനെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ മെൻ ആർ നോട്ട് നീഡഡ്, മെൻ ആർ അൺവേർത്തി, ഓലെ ആവശ്യമില്ല എന്നുള്ളൊരു ഫീലിംഗ് ഓൽക്ക് വരികയാണ്. ഞങ്ങളെ കൊണ്ടൊരു ഉപകാരമില്ല എന്നുള്ളത്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ എല്ലാ ഡെവലപ്ഡ് നേഷൻസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആണുങ്ങളുടെ മെയിനായിട്ട് യങ്സ്റ്റേഴ്സിൻ്റെ അതേപോലെ ബോയ്സിൻ്റെ സൂയിസൈഡ് റേറ്റ് എന്ന് പറയുന്നത് ഗേൾസിനെക്കാട്ടും വുമനെക്കാട്ടും 3 times ഹയർ ആണ് ഇപ്പോൾ.